സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഇരു സഭാ നേതൃത്വങ്ങൾ ഒരേപോലെ വിചാരിക്കുകയും രണ്ടും രണ്ട് തരത്തിൽ ഭിന്നിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ വഴിപിരിഞ്ഞു പോവുകയാണ് ഇനി ഇപ്പോഴത്തെ ഏറ്റവും കരണീയമായ മാർഗം എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു പക്ഷേ ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങളുടെ പള്ളികളെല്ലാം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ പള്ളികളെല്ലാം നിങ്ങളെന്ന് പറഞ്ഞിട്ട് തർക്കം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ തർക്കമല്ല, 100 വർഷത്തിന് മുമ്പ് അധികമായി തുടങ്ങിയിട്ടുള്ള തർക്കമാണ്. അത് എവിടെ നിന്ന് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരുടെ ആഗമന കാലം മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കുറേയല്ലേ? അല്ല, പോർച്ചുഗീസുകാരുടെ കാലത്ത് റോമൻ സഭ ഇവിടെ വരുന്നു. അതുവരെ ഏകമായിരുന്നു മലങ്കര സഭ എന്ന് പറയുന്നത്. അന്ന് കത്തോലിക്കരും ഓർത്തഡോക്സും യാക്കോബയും ഒന്നുമില്ല, മലങ്കര സഭ എന്ന് പറയുന്ന ഒരു സഭ മാത്രമേ ഉള്ളായിരുന്നു. AD 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത്. മെനസിസ് എന്ന് പറയുന്ന മെത്രാൻ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആചാരങ്ങൾ മുഴുവൻ ക്രിസ്തവ വിരുദ്ധമാണ് എന്ന് പറയുകയും ക്രൈസ്തവമാവണമെന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ഉദയംപേരൂർ സുന്നഹദോസ് ഉണ്ടാകുന്നത്. ഉദയംപേരൂർ സുന്നഹദോസ് ഉണ്ടാവുകയും ഒരു 50 വർഷക്കാലത്തേക്ക് പൂർണ്ണമായിട്ടും റോമൻ സഭയ്ക്ക് അടിമപ്പെടുകയും ചെയ്തു മലങ്കര സഭ.